ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. അതിനകത്ത് എഴുതിയേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പം ജസ്റ്റ് ഒന്ന് കണ്ടതാണ് ഫേസ്ബുക്കിനകത്ത്. ഈ രണ്ട് ഊളകളാണ് രാഹുൽ വിഷയം ഇത്രയും ഊതി വീർപ്പിച്ച് ഇത്രയും പ്രശ്നമാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതിലേക്ക് കൊണ്ടിട്ടത്, ഈ ഒരു കുഴി കുഴിച്ച് ഇതിലേക്ക് കൊണ്ടിടാൻ ശ്രമിച്ചത് ഈ രണ്ട് ഊളകളാണെന്നാണ് പറയുന്നത്. ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഫോട്ടോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഈ രണ്ട് ഊളകളാണ് രാഹുൽ മാങ്കൂട്ടം വിഷയം ഇങ്ങനെ ഊതി വീർപ്പിച്ചത്. ഈ രണ്ട് നാറികളെ വെറുക്കുന്ന ആളുകൾ ലൈക്ക് അടിക്കുമെന്നാണ്. എത്ര ആളുകൾ ഈ രണ്ട് ഊളകളെ വെറുക്കുന്നുണ്ടെന്ന് ഈ ലൈക്കിലൂടെ മനസ്സിലാക്കാം. അതുമാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകൾ കൂടെ ഒന്ന് ലൈക്ക് ചെയ്തോണേ. അപ്പം ഈ രണ്ട് വ്യക്തികളെ വെറുക്കുന്ന ആളുകൾ എത്രത്തോളം ഉണ്ടെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അപ്പം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യത്തെ പരാതിയിലും ആദ്യത്തെ ബലാത്സംഗ പരാതിയിലും ജാമ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പം 3 പരാതികളിലും മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഹൈക്കോടതിയാണ് ജാമ്യം കൊടുത്തിട്ടുള്ളത്, ശ്രദ്ധിച്ചോണം കേട്ടോ, ഹൈക്കോടതിയാണ്. അപ്പോൾ ഇവിടെ ഇന്ന് മാധ്യമങ്ങളിലും അവിടെ ഇവിടങ്ങൾ എല്ലായിടത്തും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ ബലാത്സംഗ കേസിൽ ജാമ്യം കിട്ടി അല്ലെങ്കിൽ പീഡന കേസിൽ ജാമ്യം കിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ബലാത്സംഗ കേസാണ് അല്ലെങ്കിൽ പീഡന കേസാണ് എന്ന് പറയുന്നത്? എന്തുകൊണ്ട് അതിനകത്ത് ബലാത്സംഗം ആഡ് ചെയ്യുന്നു, ബലാത്സംഗം എന്ന് പറയുന്നു? കാരണം ഇതൊരു ബലാത്സംഗമായിട്ട് അരിയാഹാരം കഴിക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ബലാത്സംഗം എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്കിനർത്ഥം? ഒരു 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 അനുവാദമില്ലാതെ ഒരു മനുഷ്യനെ, ആണായാലും പെണ്ണാണെങ്കിലും, ബലാത്സംഗം ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനായാലും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അത് ബലാത്സംഗം തന്നെ, അത് ആരാണെങ്കിലും. അപ്പം ഒരു ആണിനെയോ ഒരു പെണ്ണിനെയോ ആരെങ്കിലും അവരുടെ അനുവാദമില്ലാതെ ക്രൂരമായിട്ട് തട്ടിക്കൊണ്ടുപോയി ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നതിനെയാണ് ബലാത്സംഗം എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് ഇതൊരു ബലാത്സംഗം ആവുന്നത്? ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പം ഇത് പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്ന് മാത്രമേ എന്നാണ് അതിനെ പറയേണ്ടത്. അല്ലാതെ ബലാത്സംഗം എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഹൈപ്പ് കൂട്ടേണ്ട ഒരു കാര്യമില്ല, അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഇതെങ്ങനെ ബലാത്സംഗമാക്കിയെടുക്കും ഈ ഒരു പരാതി? കാരണം പരാതിക്കാരിയുടെ ഭാഗത്തു നിന്ന് വന്നേക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണെന്ന് കോടതിക്ക് വരെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി കഴിഞ്ഞ ദിവസം കുറ്റ്യാടിയിൽ വെച്ച് ഇപ്പം വി.ഡി. സതീശൻ നയിക്കുന്ന പൊതുസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് കുറ്റ്യാടിയിൽ വെച്ചിട്ട് ഒരു സംഘർഷം ഉണ്ടായി. സ്റ്റേജിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും, മൈക്കിന് വേണ്ടിയിട്ടും കസേരയ്ക്ക് വേണ്ടിയിട്ടൊക്കെ അവിടെ കിടന്നിട്ട് ഉന്തും തള്ളൊക്കെ നടന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അതിനൊക്കെ ശേഷം വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അതൊരു കുടുംബ വീട്ടിൽ നടന്നൊരു പ്രശ്നമാണ്, അതിനെന്താണ് ഇത്രയും ചർച്ചയാക്കാനുള്ളത്? മാധ്യമങ്ങളും മറ്റുള്ള ആൾക്കാരൊക്കെ വളച്ചൊടിച്ചതൊരു പ്രശ്നമാക്കുവാണ് എന്നൊക്കെയാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. അപ്പം എന്തുകൊണ്ട്, ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങളെ കുടുംബത്തിലെ നിങ്ങൾ കുടുംബക്കാരാണെന്നല്ലേ പറഞ്ഞത്? കുടുംബത്തിലെ ഒരു ചെറുക്കൻ, കുടുംബത്തിലൊരു പയ്യനെ ജയിലിൽ കൊണ്ട് 18 ദിവസം വിട്ടിട്ട് നിങ്ങളാരും പ്രതികരിച്ചില്ല? നിങ്ങളെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അതിന് ഒന്ന് അന്വേഷിക്കുക? ആ പരാതിയുടെ പേരിൽ, ആ പരാതി സത്യമാണോ കള്ളമാണോ, അതിൻ്റെ വാസ്തവം എന്താണ്, യാഥാർത്ഥ്യം എന്താണെന്ന് പോലും നിങ്ങൾ അന്വേഷിക്കാതെ കുടുംബത്തിലെ ഒരു പയ്യനെ കൊണ്ട് ജയിലിൽ ഇട്ടിട്ട് പോലും ആ പയ്യനെതിരെ തുടരെ ഇങ്ങനെ കള്ളപ്പരാതികൾ വന്നിട്ട് പോലും എന്താണ് അതിനെതിരെ നിങ്ങളൊരു നിലപാടെടുക്കാൻ, നിങ്ങൾ നടപടിയെടുക്കാൻ, നിങ്ങളെടുത്ത നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്താണ്, ഇങ്ങനൊരു ആരോപണം വന്നത് അത് കള്ളമാണോ സത്യമാണോ എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ആ പാർട്ടിയിൽ നിന്ന് എടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്ത് കളഞ്ഞു. കാരണം അത് ഇവരെ അജണ്ടയായിരുന്നു, ഇവർക്കത് വേണമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമായിരുന്നു, അതിൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. കാരണം ഇത് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് തള്ളിപ്പോകുന്നു, ഇവർക്കൊക്കെ നല്ല ബോധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു പരാതി, ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ രാഹുലിനെ പുറത്താക്കുന്നത്. കാരണം ഇപ്പം തന്നെ കണ്ടില്ലേ, സുപ്രീം കോടതി, ഹൈക്കോടതി, ഇവിടെയെല്ലാം പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇത് നടന്നിട്ടുള്ളത്, അതുകൊണ്ട് ഇത് തെറ്റല്ല. ഇത് തന്നെയാണ് രാഹുലും പറഞ്ഞിട്ടുള്ളത്, പലവട്ടം ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ നിലനിർത്തി നിയമവിരുദ്ധമായിട്ട് നിയമത്തിനെതിരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പുള്ളിക്കാരൻ തന്നെ അത് പറയുന്നുണ്ട്. പിന്നെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് പുള്ളിക്ക് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത്, ശരി തന്നെ. പക്ഷെ അത് പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അത് രാഷ്ട്രീയപരമായിട്ട് അതിനെ വളച്ചൊടിച്ച് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടിട്ടിട്ട് പുള്ളിയുടെ രാഷ്ട്രീയം തകർക്കേണ്ട കാര്യമില്ല. പക്ഷേ പാർട്ടിക്ക് ഇവിടെ ഒരു അച്ചടക്ക ലംഘനമായിട്ട് ഒരു വാണിംഗ് എന്തെങ്കിലും കൊടുക്കാമായിരുന്നു. തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാത്തത് ആരും തന്നെ ഇല്ല. ഇവിടെ ആ ഒരു വ്യക്തിയെ തിരുത്തി കൊണ്ടുവരാനായിരുന്നു ശ്രമിക്കേണ്ടത്. പക്ഷേ ഇവരൊക്കെ അങ്ങനെ ചെയ്തു ഇല്ല, ഒരാളും ചെയ്തില്ല. അപ്പം ഈ സംഘർഷം ഇത് എന്തിൻ്റെ പേരിലാണെന്ന് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം ഈ പ്രസ്ഥാനത്തിൻ്റെ ഐക്യം
ഐക്യം എത്രത്തോളം ഉണ്ടെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. വെറും കസേരയ്ക്ക് വേണ്ടിയിട്ടും വെറും അവനവൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ടും നേട്ടത്തിനും വേണ്ടിയിട്ടും മാത്രമാണ് ഈ പ്രസ്ഥാനത്തിൽ അള്ളിപ്പിടിച്ച് കുറേ എണ്ണം ഇരിക്കുന്നത് തന്നെ ഇന്നലത്തെ കുറ്റ്യാടിയിലെ സംഘർഷം ആ ഒരു പ്രശ്നത്തിലൂടെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ചെറിയൊരു വാർത്ത ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇന്നിപ്പോൾ പുതുയുഗ യാത്ര വി ഡി സതീശൻ നയിക്കുന്ന UDF ഒരു വലിയ തിരിച്ചറിവായിരിക്കുമെന്ന് UDF നേതാക്കളൊക്കെ പ്രതീക്ഷിക്കുന്ന യാത്ര ജില്ലയിൽ പ്രവേശിച്ച ദിവസം കൂടിയാണ്. ഈ ദിവസം കുറ്റ്യാടിയിൽ നടക്കുന്ന പരിപാടിയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകളുണ്ട്, മുതിർന്ന നേതാക്കളൊക്കെ ഉണ്ട്, മുല്ലപ്പള്ളി രാമേന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളൊക്കെ വേദിയിലുണ്ട്. ഈ സമയത്ത് ഷാഫിയോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം, നേതാക്കളൊക്കെ സംസാരിക്കട്ടെ, ഒരുപാടധികം ആളുകൾ വേദിയിലുണ്ട്, സ്വാഭാവികമായിട്ടും മുതിർന്ന നേതാക്കൾ സംസാരിക്കട്ടെ എന്നുള്ള വളരെ പക്വമായിട്ടുള്ള നിലപാടായിരുന്നു ഷാഫി പറമ്പിൽ സ്വീകരിച്ചിരുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ സംസാരിക്കാൻ വിളിച്ചപ്പോൾ അദ്ദേഹം ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വേദി വിടാൻ ശ്രമിക്കുന്ന ഷാഫിയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ആ സമയത്ത് മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് DCC പ്രസിഡന്റ് അടക്കമുള്ള പ്രവീൺ കുമാർ അടക്കമുള്ള ആളുകൾ ഷാഫിയെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഷാഫി വളരെ രൂക്ഷമായി തന്നെ അവരോട് പറയുന്നുണ്ട്, മുതിർന്ന ആളുകൾ സംസാരിക്കട്ടെ, നേതാക്കൾ സംസാരിക്കട്ടെ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നിർബന്ധിപ്പിച്ച് നേതാക്കൾ ഷാഫിയെ തിരികെ കൊണ്ടുവന്ന് വേദിയിൽ സംസാരിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം രണ്ട് വാക്കുകളെ പറഞ്ഞിട്ടുള്ളൂ. വി ഡി സതീശൻ കേരളത്തിലെ ആകെ കണക്കെടുക്കുമ്പോൾ, അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമുള്ള കണക്കെടുക്കുമ്പോൾ, എന്താ അല്ലേ ഐക്യ ജനാധിപത്യ മുന്നണി പൊതുവേദിയിൽ കടന്ന് പരസ്പരം തല്ലുകൂടുവാണ് അല്ലേ? ഇത്രയൊക്കെ ആയിട്ടും UDF പഠിച്ചില്ലെങ്കിൽ അടുത്ത ഭരണവും LDF കൊണ്ടുപോകും, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇവിടെ ഈഗോയാണ്. ഈഗോ എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവമാണ് ഈ വേദിയിൽ ഇവരെ കൊണ്ട് ഈ ഒരു സംഘർഷം ഉണ്ടാക്കാൻ ഇടവരുത്തിയത്. കാരണം ഇപ്പോൾ ഷാഫി പറമ്പിലിനെ പോലെയുള്ള വളർന്നു വരുന്ന നേതാക്കൾക്ക് അവസരങ്ങൾ കൊടുക്കുക, അതാണ് വേണ്ടുന്നത്. ഇപ്പം ഇവിടെ കുറച്ച് മുതിർന്ന നേതാക്കൾ അവിടെ സ്റ്റേജിലുണ്ടല്ലോ. ഇപ്പം വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ സ്റ്റേജിനകത്തുണ്ട്. അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത്? വളർന്നു വരുന്ന നേതാക്കളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അവരെ മുമ്പേ അവരെ പ്രസംഗിക്കാനും അവരെ വിളിച്ചിരുന്ന് മുമ്പിൽ നിർത്താനൊക്കെ ശ്രമിക്കുക. അല്ലാതെ ഞങ്ങളെല്ലാം തികഞ്ഞ ആൾക്കാരാണ്, ഞങ്ങൾ വലിയ സംഭവമാണ്, പാർട്ടിയിലെ തലതൊട്ടപ്പന്മാരാണെന്ന് പറഞ്ഞിട്ട് വളർന്നു വരുന്ന ഈ ഷാഫി പറമ്പിലിനെ പോലെയുള്ള ആളുകളൊക്കെ ഒരു തഴഞ്ഞ് അങ്ങ് അടിച്ച് പുറകിലോട്ടിരുത്തുന്ന രീതിയൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെയാണ് സംഭവിച്ചത്. ഷാഫി പറമ്പിലിനൊക്കെ അത് നല്ല രീതിയിൽ പുള്ളിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിയെ പോലുള്ള വളർന്നു വരുന്ന ചുറുചുറുക്കുള്ള രാഷ്ട്രീയ കോൺഗ്രസ്സിലെ നേതാക്കന്മാരെയൊക്കെ മുന്നണിയിലാണ് നിർത്തേണ്ടത്, അല്ലാതെ പിന്നണിയിലല്ല. അതുമാത്രമല്ല, അവിടെ ഇരിക്കുന്ന ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള കോൺഗ്രസിൻ്റെ മെയിനായിട്ടുള്ള ഇപ്പം മുന്നണിയിൽ നിൽക്കുന്ന ഈ വി ഡി സതീശനെ പോലെയുള്ള ആളുകളൊക്കെ എല്ലാം പ്രസംഗിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവിടെ ഷാഫി വിളിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. ഈ ഷാഫി പറമ്പിലിനെ അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകളെ മുൻനിരയിൽ നിർത്തണം. അവർക്ക് ഒരു മുൻഗണന എപ്പോഴും കൊടുക്കണം, അതാണ് വേണ്ടുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഈഗോയാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇനി ഇതിനെ പറ്റിയിട്ട് ഷാഫി പറമ്പിൽ പ്രതികരിക്കുന്നത് ഞാനിവിടെ വെച്ച് തരാം, അത് നിങ്ങൾ കണ്ടോണം. പക്ഷേ ഈ ഷാഫി പറമ്പിലിൻ്റെ ഈ ഒരു പ്രതികരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ ഷാഫി പറമ്പിലിനെ പോലെയുള്ള ആളുകളും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള വ്യക്തികളൊക്കെ എത്രത്തോളം തൻ്റെ പ്രസ്ഥാനത്തെ ചേർത്ത് പിടിക്കാൻ നോക്കുന്ന ആളുകളാണെന്ന്. എന്ത് പ്രസ്ഥാനത്തിൽ സംഭവിച്ചാലും പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അവർക്കെന്ത് നാണക്കേടുണ്ടായാൽ പോലും തൻ്റെ പ്രസ്ഥാനത്തെ അപമാനിക്കുന്ന രീതിയിലോ പ്രസ്ഥാനത്തെ തള്ളിപ്പറയുന്ന രീതിയിലോ ഈ രണ്ട് വ്യക്തികളും ഇതുപോലുള്ള വളർന്നു വരുന്ന ഇപ്പോൾ ഫെനി നയനാൻ അങ്ങനെയുള്ള ആളുകൾ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം, ഫെനി നയനാൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അങ്ങനെയാണ്, സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അല്ലാതെ ഇപ്പം കുറച്ച് മുതിർന്ന നേതാക്കളുണ്ടല്ലോ, ഇവരൊക്കെ വെറും കസേരയ്ക്ക് വേണ്ടി തന്നെ അടി ഉണ്ടാക്കുന്ന ടീമുകളാണെന്ന് ഈ പാർട്ടിയിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ടീമുകളാണെന്ന് ഇന്നലത്തോടുകൂടി കുറ്റ്യാടിയിലെ സംഭവത്തോടുകൂടി ഇതോടെ ജനങ്ങൾക്ക് മനസ്സിലായി. എന്നാലും ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണത്തോടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നിങ്ങൾ തിക്കിനെ സംബന്ധിച്ചും തള്ളിനെ സംബന്ധിച്ചും ഒക്കെ കൊടുത്ത ചില വാർത്തകൾ കണ്ടു. അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ലെങ്കിൽ ദയവായി ഈ തിക്കും തിരക്കിനെ സംബന്ധിച്ച് ഒരു വാർത്ത കൊടുക്കണമെന്ന് പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ യാത്രയുടെ തിക്കും തിരക്കുമുണ്ട്. അത് നിങ്ങൾ വാർത്ത കൊടുത്ത തിക്കും തിരക്കുമല്ല. ഈ യാത്രയുടെ തിക്കും തിരക്കും ഈ യാത്ര മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോടുള്ള ജനങ്ങളുടെ ഐക്യപ്പെടലാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. വി ഡി സതീശനും കെ സുധാകരനും തമ്മിലുള്ള മൈക്ക് തർക്കത്തിന് ശേഷമുണ്ടായ പിടിവലി സമൂഹ മാധ്യമങ്ങളിലടക്കം ലൈവ് ആയതോടെ ട്രോളുകൾ നിറയുകയാണ്. UDFന്റെ സംഘാടനത്തിലെ ഏറ്റവും ഒടുവിലത്തെ പാകപ്പിഴയാണിത്. എന്നാൽ നേതാക്കളുടെ തിക്കും തിരക്കുമല്ല യാത്രയിൽ ഉള്ളത്, മറിച്ച് ജനങ്ങളുടെ. കേട്ടല്ലോ, ഇതാണ് ഒരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരൻ എന്ന് പറഞ്ഞാൽ. കാരണം തൻ്റെ പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും തനിക്കൊരു അപമാനം ഉണ്ടായാൽ പോലും, പാർട്ടി എടുത്ത് പുറത്ത് കളഞ്ഞാൽ പോലും ആ പാർട്ടിയാണ് തൻ്റെ എല്ലാം, ആ പാർട്ടിയിലാണ് തൻ്റെ എല്ലാം അർപ്പിച്ചിരിക്കുന്നതെന്നൊരു ബോധ്യം
ഈ പ്രവർത്തകർക്ക് വേണം, പാർട്ടിയിൽ നിൽക്കുന്ന പ്രവർത്തിക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും അങ്ങനെ ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണ്. അപ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് തന്നെ സഹായിക്കും. ഇപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം കണ്ടില്ലേ, പുള്ളിയെടുത്ത് മാറ്റി കരിയില പോലെ എടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് പോലും ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പുറത്ത് ഇരുന്ന് ശബ്ദമുയർത്തുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി ഇതിനെതിരെ വി ഡി സതീശൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു ഈ പ്രശ്നത്തിനൊക്കെ ശേഷം. വി ഡി സതീശൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുടുംബ പ്രശ്നമായിട്ടങ്ങ് കണ്ടാൽ മതി എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കുടുംബത്തിലൊരു നിങ്ങളെ കുടുംബത്തിലൊരു വ്യക്തിക്ക് ഒരു പ്രശ്നം വന്നിട്ട് എത്ര പേര് അതിനെതിരെ പ്രതികരിച്ചു, ആ വ്യക്തിയെ എത്ര കുടുംബത്തിലെ അംഗങ്ങൾ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തു? ഒരു മനുഷ്യനെങ്കിലും സപ്പോർട്ട് ചെയ്തോ? ഇല്ല. എല്ലാവരും എടുത്ത് വെളിയിൽ കളയാനാണ് നോക്കിയത് ഒരു പ്രശ്നം വന്ന സമയത്ത്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് കണ്ടു നോക്കും, വി ഡി സതീശൻ പറയുന്നത് കൂടെ. ഒരുപാട് ആളുകൾ കാരണം നമുക്ക് പല സ്ഥലത്ത് ഉദ്ദേശിച്ച സമയത്ത് തീർന്നു പോകാൻ പറ്റില്ല. അപ്പോൾ കുറ്റ്യാടിയിലെത്തിയപ്പോഴേക്കും എല്ലാവരും ഇത് ചെയ്തു. അപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞു, നിർബന്ധമായിട്ട് പറഞ്ഞു, പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി, ഞാൻ സംസാരിക്കുന്നില്ല, വേഗം തീർക്കെന്ന് പറഞ്ഞു. അപ്പോൾ പ്രമോദ് പറഞ്ഞില്ല, ഷാഫി സംസാരിച്ചേ പറ്റുള്ളത് പറഞ്ഞു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പ്രമോദിനം പിടിച്ചു മാറ്റിയ ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഒരു വാർത്തയും കൂടി കൊടുത്തു. അതാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ വീണുപോയെന്ന്. എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത്? നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. മുല്ലപ്പള്ളി രാമേന്ദ്രൻ എഴുന്നേറ്റ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം സീറ്റിലേക്ക് ഇരുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു പ്രധാനപ്പെട്ട മാധ്യമം മുല്ലപ്പള്ളി രാമേന്ദ്രൻ വീണു എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തു. ഞാൻ പ്രസംഗിച്ചപ്പോൾ സീറ്റിലേക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. എന്തിനാണ്? നിങ്ങൾക്കറിയാലോ ആ ജാഥ ഇന്നലെ എന്തായിരുന്നെന്ന്. അതിൻ്റെ അസൂയ പൂണ്ട കുറേ ആളുകൾ അതിൻ്റെ ആ ജാഥ എന്ത്, ഞാൻ പറയണത് ശരിയല്ല, ഞാൻ നയിച്ച ജാഥയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാ ചാനലുകളും എല്ലാ മാധ്യമ പ്രവർത്തകർക്കും കേട്ടല്ലോ വി ഡി സതീശൻ പറഞ്ഞത്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ പൊട്ടന്മാരല്ല, അരിയാഹാരം കഴിക്കുന്ന ആളുകളാണ്. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ അവിടെ സ്റ്റേജിനകത്ത് കടന്നു, ഇപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞതിനകത്തൊരു തിരുത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാഫി പറമ്പിൽ പറഞ്ഞല്ലോ തിക്കും തിരക്കും. കാരണം അതാണ് ഞാൻ പറഞ്ഞിട്ട് കറകളഞ്ഞ ഒരു കോൺഗ്രസ് പ്രവർത്തനമാണെന്ന്. കാരണം തൻ്റെ പാർട്ടിയെ എങ്ങനെയെങ്കിലും എന്ത് വില കൊടുത്തും തൻ്റെ പാർട്ടിയെ ആ ഒരു അപമാനത്തിൽ നിന്ന് പിടിച്ചു നിർത്തും. അപമാനത്തിലേക്ക് നയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട പരിപാടികളൊക്കെയാണ് ഇവിടെ ഈ ഷാഫി പറമ്പിലായിക്കോട്ടെ രാഹുൽ മാങ്കൂട്ടമായിട്ട് ആ പ്രസ്ഥാനത്തോട് അത്രയും കൂറാണ് കാണിക്കുന്നത്. ഇവിടെ ഷാഫി അങ്ങനെ പറഞ്ഞത് അതുകൊണ്ടാണ്. ഷാഫി പറമ്പിൽ പറഞ്ഞത് തിക്കും തിരക്കും കാരണമാണ്. സ്റ്റേജിൽ എങ്ങനെയാണ് തിക്കും തിരക്കും ഉണ്ടാകുന്നത്? അവിടെ വേറെ ആരുമില്ല, ജനങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് വേദിയിലാണ് തിക്കും തിരക്കും ഉണ്ടായെന്ന് പറഞ്ഞെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ അവിടെ വേദിയിൽ ഇതുപോലുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ നിൽക്കുന്നൊരു വേദിയിൽ എങ്ങനെ തിക്കും തിരക്കും ഉണ്ടാവും നിങ്ങളൊന്ന് പറ. അപ്പം ഷാഫി അവിടെ എന്തുദ്ദേശിച്ചാൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ പാർട്ടിയെ അപമാനിക്കാതിരിക്കാൻ, തൻ്റെ പാർട്ടിയെ പൊതുസമൂഹത്തിലിട്ട് ഈ ഒരു പ്രശ്നത്തിന് ശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിലെ ഐക്യമില്ലായ്മയാണ്. അത് രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള പ്രശ്നത്തിൽ നമ്മൾ കണ്ടതാണ്. ഒട്ടും ഐക്യമില്ല ഇതിനകത്തിരിക്കുന്ന തലപ്പത്തിരിക്കുന്ന പ്രമുഖ മുതിർന്ന കുറച്ച് നേതാക്കന്മാരായ കുറേ കഴിവേറികൾക്ക് ഒട്ടും ഐക്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഐക്യമില്ല. അപ്പം ഇതുപോലുള്ള ടീമുകളൊക്കെയാണ് ആദ്യം ഈ പാർട്ടിയിൽ നിന്ന് എടുത്ത് വെളിയിൽ കളയേണ്ടത്. വളർന്നു വരുന്ന നല്ല ചൂടും തൻ്റെയിടവുമുള്ള യുവാക്കൾക്ക് അവസരം കൊടുക്കുക. ഷാഫി പറമ്പിലിനും അതുപോലെ രാഹുൽ മാങ്കൂട്ടം പോലെയുള്ള ആളുകൾക്ക് അവസരം കൊടുക്കുക. അതാണ് വേണ്ടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണം, ശക്തനായിട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, പിന്തുണയ്ക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് ചാനൽ കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.